മമ്മൂട്ടിയും മോഹൻലാലും മലയാള സിനിമയിൽ ഒരു നാണയത്തിന്റെ ഇരുവശം പോലെ തന്നെയാണ്. അതുപോലെ തന്നെ നല്ല ഫ്രണ്ട്ഷിപ്പാണ് ഇവർക്കിടയിലുള്ളത്. ഇവർക്കിടയിൽ മാത്രമല്ല കേട്ടോ, ഇവരുടെ മക്കളും അതുപോലെ തന്നെയാണ്. മലയാള സിനിമയിലേക്ക് നായകനായി അരങ്ങേറ്റം കുറിക്കുന്ന പ്രണവ് മോഹൻലാലിന് ദുൽഖർ സൽമാന്റെ വക ആശംസയുണ്ട്. ദുൽഖറിന്റെ ഫേസ്ബുക്ക് പോസ്റ്റ് കാണുമ്പോൾ മനസ്സിലാകും ഇരുവരും തമ്മിലുള്ള ഫ്രണ്ട്ഷിപ്പ് എത്രമാത്രമാണെന്ന്. സിനിമയിൽ നായകനായി അരങ്ങേറുന്ന പ്രണവിന് ആശംസകൾ നേർന്നാണ് ദുൽഖർ ഫേസ്ബുക്കിൽ കുറിപ്പിട്ടത്. പ്രിയപ്പെട്ട അപ്പു എന്ന് സംബോധന ചെയ്തുള്ള ഫേസ്ബുക്ക് പോസ്റ്റ് വൈറലുമായി. പുതിയ ചിത്രത്തിന്റെ ഷൂട്ടിങ്ങിന് ഒരുങ്ങുന്ന പ്രിയപ്പെട്ട അപ്പുവിന് എല്ലാ ആശംസകളും. സ്റ്റണ്ട് സീനുകൾക്കായി നീയെടുത്ത തയ്യാറെടുപ്പുകളും കഷ്ടപ്പാടുകളും ഒക്കെ എനിക്ക് നന്നായിട്ട് അറിയാം. എല്ലാവർക്കും നിന്റെ കടന്നുവരവ് വളരെ മനോഹരമായിട്ടുള്ള ഒരു അനുഭവമായിരിക്കും. നീ സിനിമയിൽ തകർത്തു മുന്നേറുമെന്ന് നമുക്കെല്ലാം അറിയാമെന്നാണ് ദുൽഖർ കുറിച്ചത്. പ്രണവ് നായകനാകുന്ന ആദ്യ ചിത്രമായ ആദിയുടെ ടീസറും ഇതോടൊപ്പം ദുൽഖർ പങ്കുവച്ചു. 2012 ശ്രീനാഥ് രാജേന്ദ്രൻ സംവിധാനം ചെയ്ത സെക്കൻഡ് ഷോ എന്ന ചിത്രത്തിലൂടെയാണ് ദുൽഖർ സിനിമയിലെത്തിയത്. അന്നു തൊട്ട് ഇന്നോളം വേറിട്ടതും സാമൂഹിക പ്രസക്തിയുമുള്ള നിരവധി ചിത്രങ്ങളിലൂടെ മലയാളത്തിന്റെ യുവ താരനിരയിൽ തന്റേതായിട്ടുള്ള ഒരു സ്ഥാനം ദുൽഖർ നേടിയിട്ടുണ്ട്. ചാർലി എന്ന ചിത്രത്തിലൂടെ സംസ്ഥാന സർക്കാരിന്റെ മികച്ച നടനുള്ള പുരസ്കാരവും ദുൽഖർ നേടി. 2002 ഒന്നാമൻ എന്ന ചിത്രത്തിലൂടെയാണ് പ്രണവ് ബാലതാരമായി സിനിമയിലെത്തുന്നത്. ദുൽഖർ മാത്രമല്ല പ്രണവിന് ആശംസകൾ അറിയിച്ചിട്ടുള്ളത്. മോഹൻലാലിന്റെ ഏറ്റവും അടുത്ത സുഹൃത്തായിട്ടുള്ള പ്രിയദർശനും പ്രണവിന് ആശംസകൾ അറിയിച്ചിട്ടുണ്ട്. അപ്പു അച്ഛനേക്കാൾ വലുതാകട്ടെ എന്നാണ് സംവിധായകൻ കുറിച്ചിട്ടുള്ളത്. ഒപ്പം മോഹൻലാലും മകനും ഒരുമിച്ച് നിൽക്കുന്ന ഫോട്ടോയും പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. അജു വർഗീസ് ആണ് പ്രണവിന് ആശംസ അർപ്പിച്ച അടുത്ത താരം. ഒടിയന്റെയും ആദിയുടെയും പൂജാ ചിത്രം പങ്കുവെച്ചാണ് പ്രണവിന് അജു ആശംസകൾ അറിയിച്ചത്. ഏട്ടനും അച്ഛനും തുടങ്ങുന്നത് കാണാൻ അനിയത്തി വിസ്മയും സുചിത്രയും സദസ്സിന്റെ മുൻനിരയിൽ തന്നെ ഉണ്ടായിരുന്നു. ബാലതാരമായിട്ട് സിനിമയിലെത്തിയ പ്രണവ് സംസ്ഥാന സർക്കാരിന്റെ മികച്ച ബാലനടനുള്ള പുരസ്കാരവും സ്വന്തമാക്കിയിരുന്നു. ജിത്തു ജോസഫ് ചിത്രത്തിലൂടെ പ്രണവ് നായകനായി എത്തുന്നത് നേരത്തെ തന്നെ അറിയിച്ചിരുന്നു. ചിത്രത്തെക്കുറിച്ച് അനൗൺസ് ചെയ്തപ്പോൾ മുതൽ പ്രേക്ഷകരും ആകാംക്ഷയിലായിരുന്നു. ആശങ്കകൾക്കും ആകാംക്ഷകൾക്കും ഒടുവിലാണ് ചിത്രത്തിന്റെ പേര് പൂജാ ചടങ്ങിൽ വെളിപ്പെടുത്തിയത്. വിസ്മയാണ് ഏട്ടന് വേണ്ടി ആദ്യ ക്ലാപ്പ് അടിച്ചത്. മോഹൻലാലിന്റെ മകന്റെ സിനിമാ അരങ്ങേറ്റത്തിന് തുടക്കം കുറിക്കുന്ന ചടങ്ങിന് സാക്ഷ്യം വഹിക്കാൻ സിനിമാ രംഗത്തെ പ്രമുഖരെല്ലാം തന്നെ ഉണ്ടായിരുന്നു. മോഹൻലാലിന്റെ കരിയറിൽ ഏറ്റവും വലിയ ഹിറ്റ് ചിത്രങ്ങളിൽ ഒന്നായി മാറിയ ദൃശ്യത്തിന്റെ സംവിധായകൻ ജിത്തു ജോസഫിന്റെ ചിത്രത്തിലൂടെയാണ് പ്രണവ് അരങ്ങേറുന്നത്.